ഐഡിയ ഫാമേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് നമ്മുടെ ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറിൻ്റെ കാര്യം നമ്മൾ ഇതിനോടകം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫാമിലും നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ കൊടുക്കുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. അതേപോലെ തന്നെ ഓവറായിട്ട് ഒരു ഫെദർ വളർന്നിട്ടില്ല. അത്യാവശ്യം നല്ല തന്നെ മീറ്റ്, അതായത് ഫീഡ് മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ലിറ്റർ ജസ്റ്റ് നിങ്ങളത് നോക്കി നോക്കുക. എവിടെയും തന്നെ ആ ഒരു കാഷ്ടത്തിൽ ഫീഡിൻ്റെ അംശം കാര്യങ്ങളൊക്കെ കാണാനില്ല. അതേപോലെ തന്നെ ലിറ്റർ നല്ല ഡ്രൈ ആണ്, എവിടെയും തന്നെ വെറ്റായി കിടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സപ്ലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും പല ഫാമേഴ്സും ചോദിക്കാറുണ്ട്, നമ്മൾ നല്ല തീറ്റയും നല്ല കുഞ്ഞുമാണെങ്കിൽ ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സംഭവം ശരിയാണ്. പക്ഷേങ്കിൽ നമുക്ക് കിട്ടുന്ന ചിക്സുകൾ പലപ്പോഴും നമ്മൾ 40 ഗ്രാമിൻ്റെ ചിക്സൊക്കെ ആണെന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാലും അതൊരു ചെറുതും വലുതൊക്കെ ഉണ്ടാവും. പിന്നെ ഫീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ബാച്ചിലും ഒരേ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫീഡും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനും പറ്റില്ല. കാരണം ഫീഡിൽ എന്തും പ്രശ്നമുണ്ടോ, ന്യൂട്രീഷ്യൻസ് കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു സപ്ലിമെൻറ്റും കൂടെ ആഡ് ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓരോ വീക്കിൽ ഗ്രോത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് ഗ്രോത്ത് കുറവാണെന്ന് കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ സപ്ലിമെൻ്റ് കൊടുത്ത് ഗ്രോത്ത് കയറ്റി എടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം സപ്ലിമെൻ്റൊക്കെ കൊടുത്ത് ഓരോ വീക്കിലെയും ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിൽ ഇപ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പലപ്പോഴും അവിടെ ഈ ഒരു വയറിളക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ നമുക്ക് ക്ലോറിനേറ്റഡ് വെള്ളം ഉപയോഗിക്കുന്ന ഫാമുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമുക്ക് കേരളത്തിലെ കാര്യം പറയാൻ ഏകദേശം ഒരു 90% ഫാമുകളും ക്ലോറിനേറ്റഡ് വെള്ളമാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പം അത്തരം ഫാമുകളിൽ ഈ വക പ്രശ്നങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. വയറിളക്കം, അതുപോലെ തന്നെ ദഹനം കറക്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ലിറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ലിറ്റർ നല്ല ഡ്രൈ ആണെങ്കിൽ നമുക്കറിയില്ല ആ ഒരു ബാച്ചിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പരിസരത്ത് ആ ഒരു ദുർഗന്ധം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു ബാച്ച് പിടിച്ച് കഴിയുന്നത് വരെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ ലിറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. അത് കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ അത് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.